ഞാൻ പറഞ്ഞു വരുന്നത് ഈ മോട്ടിവേഷനിലെ ഒരു പ്രശ്നം ഇതാണ്. അത് എല്ലാറ്റിനെയും ലളിതവൽക്കരിച്ച് അവസാനം അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ ആൾക്കാരുടെ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ മോഡിലേക്ക് എത്തും. രണ്ടാമത്തത്, പല മോട്ടിവേഷൻ പ്രസംഗകരും ആദ്യം അവർ നമ്മുടെ തലേക്ക് കൊണ്ട് കയറും. നമ്മുടെ ബുദ്ധിയെ അവരെ നിയന്ത്രണത്തിലാക്കി എന്നിട്ട് അതിൽ കയറി ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് കുറെ പമ്പ് ചെയ്യും. ഇപ്പൊ മോട്ടിവേഷന്റെ രണ്ടാമത്തെ പ്രശ്നം, അവർ നമ്മളെ അധീനപ്പെടുത്തി സാവധാനം നമ്മൾ അതിലേക്ക് പോയി ഒരു അഡിക്റ്റ് ആയി അല്ലെങ്കിൽ അവരുടെ ഒരു അടിമയായി മാറുകയും അവർ പറയുന്നതൊക്കെ നമ്മൾ ഒരുവിധം വിശ്വസിച്ച് പോവുകയും ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം, മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. എനിക്ക് മിക്കവാറും കണ്ടാൽ ചിരി വരും. നിങ്ങൾ എണ്ണീറ്റിക്കൂ, അങ്ങോട്ട് നോക്കൂ, ഇവനെ പിടിക്കൂ, എന്നിട്ട് നമ്മൾ ഒന്നാണെന്ന് പറയൂ, ഇപ്പൊ എല്ലാവരും ശരിയായില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു തരം കോമാളി കളിയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പ്രൊഫഷണലായി പഠിച്ച് ഒരാൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു മേഖലയാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇൻഫ്ലുവൻസേഴ്സും മോട്ടിവേറ്റേഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നം രണ്ട് മേഖലകളിലാണ്. ഒന്നാമത്തെ മേഖല ബിസിനസ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നടത്തുന്നത് ബിസിനസ് തുടങ്ങാനും വിജയിപ്പിക്കാനുമുണ്ട്. ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അതിന് ചില ആൾക്കാർക്ക് അതിനുള്ള സ്കില്ലുണ്ടാവും, അവരത് ചെയ്യും, ആ ശാസ്ത്രീയമായ ആ സ്കില്ല് ഇംപ്രൂവ്ഡ് ആവും. സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്സുകാരനും അവനോടൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നാളെ അത് സക്സസ് ആവുമെന്ന് പറയില്ല. അവര് പറയുക അവർ നടന്നു വന്ന വഴികൾ, അവരനുഭവിച്ച പ്രയാസങ്ങൾ, അങ്ങനെ നടന്നു വന്ന വഴികളാണ് അവർ നമുക്ക് പറഞ്ഞു തരിക. പക്ഷെ ഈ മോട്ടിവേറ്റേഴ്സ് പറയാ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ബിസിനസ് സക്സസ്. അത് കേട്ട് ബിസിനസ് തുടങ്ങി ഒക്കെ നഷ്ടമായ ആൾക്കാരുണ്ട്. രണ്ടാമത്തത് വെൽനെസ് ആൻഡ് ഹെൽത്ത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ്. എല്ലാവരും ഡോക്ടർമാരാണ്, എന്തുപോലും ഉപദേശങ്ങളാണ്, മെഡിക്കൽ വിദ്യകളാണ്, ചെപ്പടി വിദ്യകളാണ് നമ്മൾ കേൾക്കണം. നമ്മളിതിങ്ങനെ കേൾക്കും, ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വാട്സാപ്പിലോ ഗ്രൂപ്പിലോ ഫോർവേഡ് ചെയ്ത് നമ്മളിങ്ങനെ കേൾക്കും. അതായത് മരുന്നില്ലാതെ അസുഖം മാറും, മറ്റതങ്ങനെ മാറും. നമ്മളത് കേട്ട് ഇങ്ങനെ 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 മറന്ന് പോവും. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്കൊരു അസുഖം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടവർക്കൊരു അസുഖം വരികയാണെങ്കിൽ, അന്നിപ്പോൾ നമ്മുടെ മൂഡ് മാറും. നമ്മൾ ഈ കേട്ട് അവിടെ മനസ്സിൽ വെച്ച പല കാര്യങ്ങളും തിരിച്ചു വരുമോ, അന്ന് അങ്ങനെ കേട്ടിരുന്നല്ലോ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അങ്ങനെ കുറെ ട്രൈ ചെയ്ത് നോക്കാൻ നമ്മൾ മാനസികമായി അങ്ങനെ അങ്ങോട്ട് പോകും. നമ്മൾ ഇത്ര അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മളിലേക്കെത്തി നമ്മളിട്ട കുപ്പായത്തിലൂടെ, നമ്മുടെ സംസാരത്തിന്റെ ശൈലിയിലൂടെ, നമ്മുടെ മക്കളിലൂടെ, നമ്മുടെ ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ ഒക്കെ അത് നമ്മൾ വലയം ചെയ്ത് ഒരു ബബിളിൽ ഇങ്ങനെ നിർത്തും. എന്ത് ചെയ്യണം? വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇത്രയും കെയോസ് നിറഞ്ഞ, ഇത്രയും കോംപ്ലക്സിറ്റി ഉള്ള ഈ ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെ ശരി ഏത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കും? അബ്സല്യൂട്ടായി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ 1-2 പുസ്തകങ്ങൾ വളരെ വിശദമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചർച്ചകൾ ഇനിയും നടക്കുന്നുണ്ട്. ഈ ബബിളൊക്കെ പൊളിയും എന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഉണ്ടാകേണ്ടത്, എല്ലാവർക്കും ഉണ്ടാകേണ്ടത്, എന്നാൽ എല്ലാവർക്കും ഉള്ളതുമായ ഒരു കാര്യം ഈ അനലിറ്റിക്കൽ തിങ്കിങ്, അതായത് വിശകലനാത്മ ചിന്തകൾ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത. ഈ ഒരു കാര്യത്തിലാണ് ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. വിമർശനാത്മക ചിന്തകൾ, ക്രിട്ടിക്കൽ തിങ്കിങ്. എന്താണ് വിമർശനാത്മക ചിന്ത? ഞാൻ ചെറിയൊരു ഉദാഹരണം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഹൈ ലെവലുള്ള ഒരു ഉദാഹരണവും പിന്നെ താഴെയുള്ള 1-2 ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമ്മൾ ലോകത്തിന്റെ മാപ്പ് എടുക്കാം, ഭൂപടം. എന്താ കാണുക? ഇപ്പുറത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, പിന്നെ ഭൂഖണ്ഡങ്ങൾ വരുന്നത് യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, താഴെ അന്റാർട്ടിക്ക, മേലെ ആർട്ടിക്. ഇതാണ് ഭൂപടം.
ഇതിപ്പോ ഒരാള് നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ, സ്കൂളിൽ ഭൂപടം പഠിപ്പിച്ചപ്പോ തെക്ക് മേലെ കാണുന്ന വടക്ക് ഭാഗത്ത് കാണുന്നതാണ് ആർട്ടിക്, താഴെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് അന്റാർട്ടിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നു തിരിച്ച്? അങ്ങനെ ഒരു ഭൂപടത്തിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴെന്തെങ്കിലും ചോദിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചു നോക്കൂ. എന്താണ് ഇങ്ങനെ ഉരുണ്ടൊരു സാധനമാണ് ഭൂമി എന്ന് പറഞ്ഞത്? അതിനെ അമേരിക്കനെ ഇടത്തും മറ്റേ ജപ്പാനെ വലത്തുമാക്കി എന്തിനാ? എനിക്കത് മെഡിറ്ററേനിയൻ സീന്റെ അവിടെ കൂടെ ഒറ്റ വര കണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്പ് ഇപ്പുറം നിൽക്കും, അമേരിക്ക മറ്റൊരുക്ക് അപ്പുറം നിൽക്കും, ഇന്ത്യൻ്റെ ഇതിലൂടെ വരച്ച അപ്പുറം ഇപ്പുറം നിൽക്കും. അപ്പോ ചിലപ്പോ പറയും. പിന്നെ അടുത്ത ചോദ്യം, ഇതെന്തിനാ മേലെ വടക്ക്? യൂറോപ്പ് ഇപ്പം ഇന്ത്യന്റെ ഭൂപടം നമ്മൾ വരക്കും, ഇങ്ങനെ വരക്കും, താഴെ സിലോണും, തിരിച്ചു വരച്ചാൽ എന്താ കുഴപ്പം? മേലെ അന്റാർട്ടിക്ക, അതിന്റെ താഴെ ഇങ്ങനെ നിൽക്കണ ഇന്ത്യ, അതിന്റെ മേലെ ശ്രീലങ്ക, അതിന്റെ താഴോട്ട് വരച്ച എന്താ കുഴപ്പം? അതുപോലെ വടക്ക് കോമ്പസിന്റെ നോർത്ത് ആണ്, നോർത്ത് ഭൂമിയുടെ നോർത്ത്. കോമ്പസ് ബിൽ നോർത്ത് നിന്ന് എഴുതി വെച്ചാൽ നമ്മളല്ലേ, അത് തിരിച്ച് സൗത്ത് നിന്ന് എഴുതി വെച്ചാൽ തീരുന്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് വിമർശനാത്മക ചിന്ത. ഈ ചിന്തയിൽ നിന്നാണ് അതിന്റെ സത്യം നമ്മുടെ അടുത്തേക്ക് എത്തുക. സത്യം എന്താണ്? നിങ്ങളിപ്പോ പോയിട്ട് ChatGPT-യിലോ ജെമിനിയിലോ വെബിൽ എവിടെയാണോ സെർച്ച് ചെയ്യൂ, കിട്ടുന്ന ഉത്തരം ഒന്നായിരിക്കും. ഈ ഭൂപടം നിർമ്മിച്ചത് യൂറോപ്പുകാരാണ്. അവർ ഒരു പ്രൈം സ്പോട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ഭൂമി ഇങ്ങനെയായി, ഈ മാപ്പ് ഇങ്ങനെയായി മാറിയതും അവരവിടെ നിൽക്കുന്നതും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ? എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ അതിരുകളുണ്ട്. അതില്ലാത്ത ഒരൊറ്റ ഭൂഖണ്ഡമേ ഉള്ളൂ, യൂറോപ്പ്. യൂറോപ്പ് ഏഷ്യ ഇങ്ങനെ മുറിച്ചിട്ടെടുത്താണ്. അതിൻ്റെ ഇടയ്ക്ക് യൂറോപ്പിനും ഏഷ്യനും വേർതിരിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ടാണ് റഷ്യ 2 രാജ്യത്തും പെട്ടുപോയത്, മോസ്കോ അപ്പുറത്തും മറ്റത്തിപ്പുറത്തും. ഒരു കാലത്ത് മാപ്പുകൾ ഉണ്ടാക്കുന്ന കാലത്ത് യൂറോപ്പായിരുന്നു ലോകം മുഴുവൻ കോളനിവൽക്കരിച്ച് നടന്നിരുന്നത്. അവരുണ്ടാക്കിയ സാധനം, ഞാനിപ്പം ചേന്നമംഗലൂരിന്റെ ഭൂപടം വരയ്ക്കുമ്പോൾ എൻ്റെ വീട് ഒത്ത നടുവിൽ വെക്കുന്ന മാതിരി അവരുണ്ടാക്കിയ ഭൂപടത്തിൽ ഇങ്ങനെ വെച്ചു, നമ്മളത് പഠിച്ചു, ഇങ്ങനെ പഠിച്ചുകൊണ്ടേ പോകും. ചോദ്യം ചെയ്യുക, ഇതെന്താണ് സംഗതി, ഇത് ശരിയാണോ, ഇതെന്തുകൊണ്ടായി? ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മുടെ കുറെ സത്യങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പൊ നമ്മൾ പറയും, ഒരു മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, എന്താ ചെയ്യുക? തല, ഇങ്ങനെ ഉടല്, 2 കൈ, കാല്, ഭൂമി. ഒരുത്തൻ തിരിച്ചു വരച്ചു, ഇവിടെ ഭൂമി, 2 കാല്, പിന്നെ ഉടല്, താഴെ തല. അപ്പൊ നമ്മൾ പറയുന്നത് മനുഷ്യൻ തൂക്കിട്ടാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഈ വട്ടത്തിലുള്ള ഭൂമിന്റെ നേരെ താഴെ നിൽക്കുന്ന മനുഷ്യന്റെ ചിത്രം ഞാൻ വരച്ചത്. അതും ഒരു മനുഷ്യനാണ്, ഭൂമി സത്യമായിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തെ നമ്മൾക്ക് അത്ര കിട്ടി ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റില്ല. നമ്മളിപ്പോ മേലെ നിന്ന് അങ്ങോട്ട് പറയും, താഴെ ഇങ്ങോട്ട് പറയും. ഈ താഴേന്ന് ചൂണ്ടുന്ന ആ ഒരു വര താഴോട്ട് അങ്ങോട്ട് വരച്ച് പോയി ഭൂമിന്റെ ഈ ഗോളത്തിന്റെ താഴെ എത്തി. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോ എന്തായി? മേലെയായി അവിടെ ഉള്ളവന്റെ. ഇപ്പൊ ഞാൻ താഴെ എന്ന് പറയണവൻ ഇപ്പൊ അമേരിക്കയിൽ എന്റെ ഭാഗത്താണ് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മേലെയാണ്. ഈ താഴെയും മേലെയും മാറിപ്പോയി. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോകേണ്ടത്. ഈ മഹാപ്രപഞ്ചത്തിൽ എന്ത് താഴെ, എന്ത് മേലെ, പിന്നെ കുറച്ചുകൂടി പുറത്തേക്ക് കണ്ടാൽ ഇങ്ങനെ ഉരുണ്ടൊരു സാധനം, അതിങ്ങനെ കറങ്ങണു, അതാണ് ഭൂമി. കറങ്ങിയിട്ട് അതിങ്ങനെ ചുറ്റും കറങ്ങുന്നു, സൂര്യന് ചുറ്റും. സൂര്യന് വേറൊരു വഴിക്ക് ചുറ്റണു, അതിന്റെ കൂടെ ഇതും ചുറ്റണു. ആ ചുറ്റുന്ന സൂര്യനും ഗാലക്സിയും വേറെ വഴിക്ക് ചുറ്റണു. ഇപ്പൊ ഞാനിപ്പോ സ്പേസിൽ ഇങ്ങനെ ഒരു അടയാളം ഇട്ടാല്, ഇത് ഇട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എത്രയോ കിലോമീറ്റർ അപ്പുറത്തിപ്പോയി. ഭൂമിയുടെ അന്തരീക്ഷം മഹാപ്രപഞ്ചത്തിലെ സ്പേസ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്തു, 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ ആക്കിയെങ്കിൽ ഇത് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കിലോമീറ്ററോളം മാറിപ്പോയി.
അതുകൊണ്ടാണ് ഒരു സ്ഥലം ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ അത് ഇത് മാത്രം പോരാ, സമയം കൂടെ കൂട്ടി പറയണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ സ്പേസ് ടൈം വരുന്നത്. ഇനി അത് വേറൊരു വിഷയം. അപ്പൊ ഞാൻ പറയണത്, ഈ ചോദ്യം ചെയ്യുന്ന അനലിറ്റിക്കൽ ആയിട്ടുള്ള, ആദ്യം വിമർശനാത്മകമായ ഇത്തരം ചിന്തകൾ, ചോദ്യങ്ങൾ, അതിലൂടെ സത്യം നമ്മളിലേക്ക് വരും. ചേന്നമുരുൾക്കാരെ നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു തമാശയുണ്ട്. ആളെ പേര് പറയുന്നില്ല. അയാളൊരു മോട്ടോർ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ആരും ഒന്നിനെ മുട്ടിയപ്പം മുട്ടി കൊണ്ടോൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേക്കാക്കി നോക്കിയത്? അപ്പൊ ഈ മോട്ടോർ ഓടിച്ചു പോയ ആള് പറഞ്ഞു, ഞാൻ എങ്ങട്ടേ നോക്കിക്കോട്ടെ, ഇനി എങ്ങട്ടേ നോക്കി. നമ്മൾ വല്ലാതെ ആഘോഷിച്ചൊരു തമാശയാണിത്. സത്യത്തിൽ അയാൾ പറഞ്ഞത് വളരെ സത്യല്ലേ. ഒരു അപകടം അത് വണ്ടി ഓടിക്കുന്നതും മാത്രം നോക്കിയാൽ പോരാ, നടക്കുന്നവനും നോക്കണം. ഓന്റെ ഭാഗത്തൂടെ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. മാത്രമല്ല, നടക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരിക. ഓനെ തട്ടിയാൽ ഓന്റെ കൈയും കാലം ഓടിയ, ഇരിക്കുന്ന ആൾക്കല്ല എന്നുള്ള വലിയൊരു കാര്യം. നിങ്ങൾ എങ്ങോട്ടൊക്കെ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മറുപടി, സോറി കേട്ടോ ഞാൻ കണ്ടില്ല എന്നാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, അനലിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ അതിനെ അങ്ങനെ കാണണം. രണ്ടാമത്തത്, ഈ മോട്ടിവേഷനുകാരെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയുന്നില്ല, ഒരു പ്രത്യേക ശബ്ദത്തിൽ അല്ലെങ്കിൽ വളരെ മുഴക്കമുള്ള ശബ്ദത്തിൽ പശ്ചാത്തലത്തിൽ നല്ലൊരു സംഗീതം, ഒരു മ്യൂസിക് ഒക്കെ വെച്ച് ഒരു വല്ലാത്തൊരു ശബ്ദത്തിൽ അവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളൊരു കാര്യം പറയുകയും നമ്മൾ ഉദ്ദീപിക്കുകയും ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ടത്, ആ പശ്ചാത്തലങ്ങളൊക്കെ മാറ്റി വെക്കുക. ആളെ നോക്കരുത്. ആരാണോ പറയണത്, ആരെങ്കിലും ആവട്ടെ, ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്, എന്തെങ്കിലും ആവട്ടെ, ഏത് പശ്ചാത്തലമാണ് അയാൾ പറയാൻ ഉപയോഗിക്കുന്നത്, അതും മാറ്റി വെക്കുക. ആ പറയുന്ന കാര്യം മാത്രം എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിനെ അനലിറ്റിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കൂ. നമുക്കറിയാൻ പറ്റും ഇത് നേരാണോ, ഇത് ആവശ്യമുള്ളതാണോ, എന്നെ ബാധിക്കുന്ന പ്രശ്നമാണോ, എന്നെ ബാധിക്കാത്ത പ്രശ്നമാണോ. നമ്മൾ അധികം വീണു പോകുന്നത്, ഈ പല കാര്യങ്ങളിലും ചെന്ന് വീണു പോകുന്നത്, അടിമയായി പോകുന്നത് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും മോട്ടിവേഷൻകാരുടെയൊക്കെ ചിലതിൽ ചെട്ടുപോകുന്നത് അവരുടെ ഈ ഒരു പ്രസന്റേഷൻ മോഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് പാട്ട് കേട്ട് ഒരുപാട് ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്ത കഥ നമുക്കറിയാം. ആൾക്കാരെ എന്തിനും ഉദ്ദീപിക്കാൻ കഴിയുന്നതാണ് ഈ ശബ്ദങ്ങളും അതിൻ്റെ ശബ്ദങ്ങളുടെ മോഡുലേഷനും ഒക്കെ. ഈ സൗണ്ട് മോഡുലേഷൻ വലിയൊരു കാര്യമാണ്. അപ്പൊ ആ മോഡുലേഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ ഇങ്ങനെ ഒരു മാസ്മരികതയിൽ നിർത്തി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തലയിൽ കയറ്റുക എന്നുള്ളത്. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് പറയുന്നത് മാത്രം എടുത്തു വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. ഈ പറഞ്ഞത് എല്ലാ പ്രഭാഷണങ്ങളെക്കുറിച്ചോ, എല്ലാ പ്രസംഗങ്ങളെക്കുറിച്ചോ, എല്ലാ മോട്ടിവേഷൻകാരെ കുറിച്ചോ, എല്ലാ ഇൻഫ്ലുവൻസിനെ കുറിച്ചോ അല്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് 90% ഇത്തരത്തിൽ നമ്മളെ കബളിപ്പിക്കുന്ന, നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം ഇത് സൂചിപ്പിച്ചു. അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൊറിയൻ സംഭവങ്ങളുമായിട്ട് പിന്നീട് ഒരിക്കൽ കാണാം. അതുവരെ എല്ലാവരോടും വിടാം. അസ്സലാമു അലൈക്കും.